ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് തീയിൽ വയ്ക്കാൻ നോക്കുക. അതിന് ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു സവോള, 3-4 പച്ചമുളക്, ഇനി ഒരു ചെറിയ തേങ്ങയുടെ തേങ്ങയെല്ലാം തിരുമിയെല്ലാം വെച്ചേക്കുവാണ്. ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി അരിയട്ടെ. ഞാൻ കഷ്ണമായിട്ട് അരിഞ്ഞ് വെച്ച് നീളത്തിലാണ് ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും അരിഞ്ഞ് വെച്ച്. നമുക്ക് ഈ തേങ്ങ ഇനി വറുത്തെടുക്കാം. ഞാൻ കട്ടിയുള്ളൊരു ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഇതിനകത്തിട്ട് വറക്കാം. അതൊരു ബ്രൗൺ കളറാവുന്ന വരെ നമ്മളിത് വറുത്തുകൊണ്ടിരിക്കണം. നമുക്കല്പം കരിയാപ്പിലയും ഇട്ട് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നില്ല. വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാതെ ഒന്ന് ഇത് വറക്കാൻ തുടങ്ങും. നമ്മൾ തീയിൽ വയ്ക്കാൻ നേരത്തെ വെളിച്ചെണ്ണ ഒഴിക്കും. അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണ്ട. നല്ലതായിട്ട് ബ്രൗൺ കളറാവട്ടെ. അല്പം പുളിയെ നമുക്ക് വെള്ളത്തിലിടാം. ഈ പകുതി മൂപ്പായിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് മൂക്കട്ടെ. തീരെ പൊടിയായിട്ടാണ് ഞാൻ തിരുമ്മിയത്. അന്നേരം അത് കാരണം പെട്ടെന്ന് മൂക്കും. വലിയ പീരയാണെങ്കിൽ മൂക്കാൻ താമസം. ഇത് ഞാൻ ചെറിയതായിട്ടാണ് തിരുമ്മിയെടുത്തേക്കുന്നത്. നല്ല പൊടിയായിട്ട് തിരുമ്മിയെടുത്തേക്കുന്നത്. ചെറിയൊരു ബ്രൗൺ കളറാകുന്നുണ്ട്. അല്പം കൂടെ ഒന്ന് മൂക്കണം. നമുക്ക് മുളക് പൊടി വലിപ്പം ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി, പിന്നെ അര സ്പൂണ് മല്ലിപ്പൊടി. ഇതിങ്ങോട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ല മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് തേങ്ങ മൂത്ത് വരുന്നതിൻ്റെ. നല്ലൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. നമ്മൾ തീ കുറച്ച് വെച്ചേ നമ്മൾ ഈ തേങ്ങ വറക്കാവും. ഞാൻ തീ കുറച്ച് വെച്ചാണ് തേങ്ങ വറക്കുന്നത്. നമുക്ക് വാങ്ങി അപ്പുറത്ത് അടുപ്പിലോട്ട് വയ്ക്കും. ഞാൻ ഈ ചട്ടിക്കകത്താണ് തീയിൽ വയ്ക്കുന്നത്. ഈ കഷ്ണം എല്ലാം കൂടെ ഇതിനകത്ത് കുടഞ്ഞിടാം. അല്പം വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിക്കരുതെന്ന്. നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിടണേ. ഇപ്പം കുറച്ച് ഉപ്പിട്ട് വേണമെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് ഉപ്പിടാം. നമുക്ക് അടച്ച് വെച്ചതൊന്ന് വേവിക്കാം. അടച്ച് വയ്ക്കട്ടെ. ഇതിവിടെ കിടന്ന് വേവട്ടെ. നമുക്ക് ഇതൊന്ന് തണുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇതൊന്ന് തണുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോണൊക്കെ അരച്ചെടുക്കണം. നമുക്ക് അരിഞ്ഞു നോക്കാം. നല്ല പേസ്റ്റ് പോണൊക്കെ അരിഞ്ഞിട്ടുണ്ട്. കണ്ട് തീയലിനിങ്ങനെ വേണം നമ്മൾ അരച്ചെടുക്കാൻ. തീയലിന് വെള്ളം ഒഴിക്കാതെ ഞാൻ അരച്ചെടുത്തതാണിത്. തീയലിൻ്റെ കഷ്ണം എന്തായാലും നമുക്കൊന്ന് അല്പം കൂടെ വേവാനുണ്ട്. കഷ്ണം വെന്തില്ല. അല്പം കൂടെ വേണം. ഒരു കഷ്ണം അരിയാത്തത് എടുക്കാം. അല്പം കൂടെ വേവട്ടെ. നമ്മുടെ തീയലിൻ്റെ കഷ്ണം വെന്തിട്ടുണ്ട്. നമുക്ക് ഈ അരച്ചത് അതിനകത്തോട്ട് ഇടാം. ഈ പുളിവെള്ളം ഇതിനകത്ത് വെച്ചൊന്ന് മിക്സാക്കി എടുക്കാം. ഞാൻ മിക്സാക്കി ഇതിനകത്തൊന്ന് ഒഴിക്കട്ടെ. അരപ്പൊക്കെ ഒഴിച്ച് ഇത് തിളയ്ക്കട്ടെ. നല്ലൊരു തിള കഴിയുമ്പം നല്ലതായിട്ട് കുറവും. ഇതും തിളയ്ക്കട്ടെ. ഇവിടെ കിടന്ന് നല്ലതായിട്ട് തിള വന്നിട്ടുണ്ട്. നല്ല കുറുകിയിട്ടുണ്ട്. ഇത് തണുക്കുമ്പോഴേ ഒന്നുകൂടെ കുറവും. ഇങ്ങനെ നമുക്കിടുന്ന വെച്ച് കടുക് വറുത്തിടാം. കടുക് പൊട്ടിച്ച് തീയിൽ വാങ്ങി വെച്ച് നമുക്കിനി കടുക് വറുത്തിടാം. അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടട്ടെ. ഉള്ളി 2 പച്ചമുളക് ഇട്ട് ഇനി ഒന്ന് മൂക്കട്ടെ.
ഉള്ളി വറ്റൽമുളക് മൂത്ത നമുക്ക് 2 കരിയാപ്പില അതിനകത്തിടാം. നല്ല അടിപൊളി ഒരു തീയൽ റെഡിയായി. ഓക്കെ, നല്ല ചോറുണ്ണാൻ നല്ലൊരു തീയൽ. ഈ തീയൽ മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. ഓക്കെ, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.